നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ വലിപ്പമുള്ള ഈ മീനിനെ അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതായത് വാഴയിലയിൽ നമുക്ക് അങ്ങോട്ട് പൊള്ളിച്ചെടുത്താൽ ഇവനെ മുഴുവനോടെ ഒരു 16 കിലോ വെയിറ്റ് വരും. അപ്പോൾ എന്നാൽ നമ്മുടെ ഓലക്കൊടിയൻ എന്നാണ് ഇവനെ പറയുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പോൾ എന്താണ് ഓരോരുത്തരുടെ നാട്ടിൽ പറയുന്നതെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ ചിറവും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് വെട്ടി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇവൻ്റെ വാല് നമുക്ക് ആദ്യം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓ ഒമ്പോ, നമ്മളിവിടെ ചേർത്ത് ചെത്തിയെടുക്കണം. ഇതാണ് ഇവൻ്റെ ചിറക്. ഇത് ഈ ചിറകിൻ്റെ ഇത് കൊണ്ടായിരിക്കും ഓലക്കൊടി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഓല പോലെ ഇല്ലേ തെങ്ങിൻ്റെ. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടോട്ട് മാറ്റിയിടാം. ഇനി നമുക്ക് ഇവൻ്റെ ഈ സൈഡിലെ ചിറക് അങ്ങോട്ട് മുറിക്കാം കേട്ടോ. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഹുക്കിട്ട് പിടിച്ചതാണ്. ഈ ചൂണ്ടയ്ക്ക് പിടിച്ചിട്ടേ ഹുക്കിട്ട് നമ്മുടെ വഞ്ചിയിലേക്ക് കയറ്റിയതാട്ടോ, ബോട്ടിലേക്ക്. അപ്പോൾ ഇനി അപ്പുറം തിരിച്ചിട്ട് നമുക്ക് ഇവിടെയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഇത് തൊലി ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തെടുക്കണം. ഉണ്ടോ, ഇങ്ങനെ നൈസായിട്ട് മുറിച്ചെടുക്കാം. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ തല അങ്ങോട്ട് വെട്ടി മാറ്റാം കേട്ടോ. എൻ്റെ മോനെ, എന്നാ ഒരു കുത്ത് തരട്ടെ. എന്ത് സാധനം ഇത്? കുത്തി കൊല്ലാലോ എന്ന് പറഞ്ഞു. എന്തോ ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി അങ്ങോട്ട് ഇരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മീറ്റ് ഒട്ടും തൊലി പറ്റാതെ ഇങ്ങനെ നൈസായിട്ട് ഇത് ചെത്തി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഒരു സൈഡ് നൈസായിട്ട് മുറിച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് തൊലി മുറിച്ചെടുക്കാനൊക്കെ എളുപ്പം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് തൊലി ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാവേ. ഇതിൻ്റെ തല കാണാൻ അടിപൊളിയല്ലേ. ഇതിൻ്റെ രൂപം കാണാൻ തന്നെ വേറെ എന്താ പറയുക, ഒരു ലെവലാണെന്ന് പറഞ്ഞ പോലെ. ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ജീവി അല്ലെങ്കിൽ മീൻ എന്ന് പറയാവുന്നത് സെയിൽ ഫിഷാണ് കേട്ടോ. ഇംഗ്ലീഷിൽ സെയിൽ ഫിഷ് എന്ന് പറയുക. അപ്പം നല്ല സ്പീഡാണെന്ന് പറയുന്നത്. ഒരു 125 കിലോമീറ്റർ സ്പീഡിലൊക്കെ പറക്കുന്ന പറയുന്നത്. ജെറ്റ് ഇട്ട പോലെ പോകുന്ന പറയുന്നത്. പിന്നെ ആൾ നിസ്സാരക്കാരനല്ല, വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ഫിഷ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 പ്രാവശ്യം വാഷും ചെയ്തു കേട്ടോ, ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം കളഞ്ഞു. തലയെന്നാൽ നമുക്ക് വീട്ടിൽ കൊണ്ട് കറി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലിട്ട് അങ്ങോട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മൊത്തം ക്ലീൻ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇനി വലിയ ചെളിയും ഇതൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി കഴുകിയതാണ്. എന്നാലും നല്ല രീതിക്ക് അങ്ങോട്ട് ഉപ്പ് തേച്ച് അങ്ങോട്ട് കഴുകിയതാണ്. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ജിംബ്രൂട്ടിനെ ഇനി നമുക്ക് വാഴയിലയും അലുമിനിയം ഫോയിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വാട്ടിയ വാഴയിലയും ഇതിനകത്തേക്ക് അങ്ങോട്ട് വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ പൊള്ളിച്ച മസാലയൊക്കെ അടിച്ച് ഇവനെ അങ്ങോട്ട് കവർ ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഉപ്പും കുരുമുളകും തേച്ച് നമുക്ക് അങ്ങോട്ട് ഇവനെ മാരിനേറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് വരകൾ ഇട്ട് കൊടുക്കുക. അതിൽ നമുക്കിങ്ങനെ ഒരു ഡയമണ്ട് കട്ട് പോലെ തിരിച്ചുകൂടെ ഒന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ചന്തമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഇതുപോലെ ഡയമണ്ട് കട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പും കുരുമുളകും നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിനകത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതിനകത്തും ഒക്കെ ആ കുരുമുളക് ഉപ്പൊന്ന് ലൈറ്റായിട്ട് ഇതിലൊന്ന് ആയാൽ മതി. ഫിഷിന് ഓൾറെഡി ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ആ സാധനത്തിനകത്ത് ഒരുപാട് നമ്മൾ മസാല ഇടുന്ന ആ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു കേരള തനിമയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിത് വേണമല്ലോ. ഒരു ഫിഷ് കറി അല്ലെങ്കിൽ ഒരു ഇതെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ നമുക്ക് വേവിച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അടിക്കാം കേട്ടോ.
കാറ്റ് ഒന്നിനും സമ്മതിക്കില്ലല്ലോ. മൊത്തം ഫ്രണ്ടിലോട്ട് പറത്തി. മൊത്തം പറത്തിയാണ്. കുരുമുളക് പൊടിയൊക്കെ മാറ്റി വെച്ചില്ലെങ്കിലല്ലേ കണ്ണിലില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഉപ്പും മുളകൊന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിനൊന്ന് കവർ ചെയ്ത് വെക്കാവേ. അപ്പോൾ ഇതിനിത് കറക്റ്റായിട്ട് ആ ഉപ്പും കുരുമുളകൊക്കെ പിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ പൊള്ളിച്ച മസാല അടിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഉരുളി വെച്ച് കൊടുത്ത് അങ്ങോട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഉരുളി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിക്കകത്തോട്ട് ഇനി കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പൊളിക്കാൻ ഭയങ്കര പാടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാട്ടോ ഇല്ല മൊത്തം ചെറിയുള്ളി എടുത്തേനെ. ഇനി നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും സവോളയൊക്കെ ഒരു മീഡിയം റേഞ്ചിൽ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എന്നാലേ ആ ഒരു ഫിഷ് പൊള്ളിച്ചതിനൊരു കുറച്ചും കൂടെ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചും കൂടെ വേണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇല്ലാണ്ട് എന്ത് ഫിഷ് പൊള്ളിച്ചത്. ഇനി നമുക്കിത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ മാറി നമ്മുടെ ഗ്രേവിയിൽ അങ്ങോട്ട് അലിഞ്ഞു കയറണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കൊടംപുളി ഇട്ട് കൊടുക്കാം. കൊടംപുളി വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചത്. കൊടംപുളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത്രയും വലിയ പീസല്ല, കാരണം ഈ മസാലയിൽ കറക്റ്റായിട്ട് അതും കൂടി ചേർന്നല്ലോ. അപ്പോൾ നമ്മൾ കൊടംപുളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഈ തക്കാളിയൊക്കെ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് വേവണം കേട്ടോ. ഇനിയപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് പേസ്റ്റ് അടിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് പേസ്റ്റും അതുപോലെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഫിഷ് പൊള്ളിച്ചതിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാത്ത മുളക് പൊടിയും കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാ മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കാം, നല്ല എരിവുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതങ്ങോട്ട് വഴറ്റാട്ടോ നല്ല രീതിയിൽ. അപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആഹാ, നല്ല രസമില്ല കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോക്കിയൊക്കെ അടിച്ചിട്ട് കണ്ണൊക്കെ നീറാൻ തുടങ്ങി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അടുക്കി പിടിക്കുന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇളക്കി ആ എണ്ണ തെളിയുന്നവരെ അങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് പൊള്ളിച്ച ഗ്രേവിയാവും. പൊള്ളിച്ച മസാലയോ എന്ത് വേണം പറയാം അല്ലോ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ വറ്റിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോണ്ടല്ലോ ആ പൊള്ളിച്ച ഫിഷിനകത്ത് ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കുമ്പോഴുള്ള ഫീലുണ്ടല്ലോ വേറെ ലെവലാണ്. എടാ ഇതിൻ്റെ അഭിപ്രായം പറയടാ. അതെ, നമ്മളിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുള്ളതല്ലേ. അതെ, കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കിളി പോകും. ഒരു കിലോ ഉള്ള ഫിഷൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഒറ്റ ഇരിപ്പിനിരുന്ന് തിന്നു കേട്ടോ. ഒറ്റയിരിപ്പിന് 1 കിലോ തിന്നുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നൈസായിട്ട് ട്രൈ ചെയ്ത് എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ പോരട്ടെ കേട്ടോ. ഫിഷൊക്കെ ഏത് ഫിഷ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇത് ഏത് ഫിഷ് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ? നത്തോലി വെച്ച് ചെയ്യാൻ പറ്റുമോ? നെത്തോലി വെച്ച് ചെയ്തെന്തോ കുഴപ്പം? അല്ല, അത് ചെറുതല്ലേ.
നെത്തോലി അങ്ങോട്ട് കഴുകി എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് ഈ മസാലക്കകത്തിട്ട് അങ്ങോട്ട് ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നൈസായിരിക്കില്ലേ? അല്ല നീ എനിക്കിട്ടാ അല്ല ഏത് ഫിഷ് ഞാൻ പിന്നെ ഏത് ഫിഷ് ആണെങ്കിലും ഇതിന്റെ ഈ ഗ്രേവിക്കകത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ. അപ്പൊ കണ്ടോ മസാലയൊക്കെ നൈസായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ ഇതിനെ ഇറക്കിയിട്ട് നമുക്ക് മീനിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ ഇരിക്കണം, നല്ല ചൂടാണ്, ഇല്ലേ പായൊക്കെ കത്തിപ്പോവും. അപ്പൊ നമുക്ക് നമ്മുടെ പൊതി അങ്ങോട്ട് അഴിക്കാം കേട്ടോ. അഴിച്ചിട്ട് ഇതിനകത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഇവനെ. നമ്മുടെ നല്ല രീതിയിൽ ആ ഉപ്പും കുരുമുളകൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇവനെ നമുക്കൊരു സൈഡിലോട്ട് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ. അപ്പോൾ വന്നിട്ട് വാഴയിലെ അടിയിലും വേണമല്ലോ, എന്നിട്ട് അങ്ങോട്ട് മറിച്ചിടാം. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. അടിയിലും മുകളിലൊക്കെ മസാലയെല്ലാം അങ്ങോട്ട് പൊതിഞ്ഞിരിക്കണവൻ അല്ല ഫുള്ള് എല്ലായിടത്തും ഇതിൻ്റെ അടിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് മറിക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും കറക്റ്റായിട്ട് നമ്മുടെ മസാല അങ്ങോട്ട് വാരി പൊത്തണം. ഒട്ടും കുറയ്ക്കരുത്. ഇതിനകത്തിരുന്ന് അങ്ങോട്ട് വെന്തിട്ടുണ്ടല്ലോ, എടുക്കുമ്പോൾ ഫുള്ള് ആ ഫ്ലേവർ ഇതിൽ വരണം. വാലും എല്ലാം നമുക്ക് അങ്ങോട്ട് കവർ ചെയ്തെടുക്കണം മൊത്തം. അപ്പം ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് ചുറ്റി പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ വാഴയിലേ ഇതെല്ലാം വെച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് കവർ ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് ഈ അലുമിനിയം ഫോയിലും കവർ ചെയ്യണം. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചാൽ അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ഫിഷിനെ ഇട്ട് പൊള്ളിക്കാനായിട്ട് നമ്മൾ കനലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്ത് ചൂടാണെന്നറിയോ. ആക്ച്വലി ഫിഷ് വേവാൻ അത്രയും സമയമൊന്നും വേണ്ട കേട്ടോ, എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണമല്ലോ, അതാണ് കനലാക്കുന്നത്. എന്താണെങ്കിലും ഒന്നും കൂടെ ഒന്ന് നൈസായിട്ട് ഒന്ന് കനലായിട്ട് നമുക്ക് ഇതിനകത്ത് ഫിഷ് ഇടാം. നീ എന്താ ഹോമം നടത്തണോ? ഇന്ന് ഞാൻ മൊത്തം എല്ലാം പുകച്ച് പുറത്തേടിക്കും. ചിക്കൻ മറ്റേ ഫിഷ് പുകഞ്ഞു പോകാനല്ല കേട്ടോ, ഇത് നടുക്ക് വെക്കാൻ വേണ്ടിട്ട് ഗ്യാപ്പ് ആക്കിയതായിട്ട്. നോക്കി ആ കല്ലൊക്കെ കോരി നിലത്ത് സൈഡിലിട്ടാലേ ഫുള്ള് നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണേ. ഇത് ഫുള്ളൊരു വെള്ളപ്പാണല്ലോടോ, മഞ്ഞാണോ? മൊത്തം ഒരു മൂടൽ പോലെയാണ് കേട്ടോ ഫുള്ള്. അപ്പം നമ്മുടെ ഫിഷിനെ നമുക്ക് അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഈ പുകയ്ക്കകത്ത് എങ്ങനെ കൊണ്ട് വെക്കൂടെ, കണ്ണിലൊക്കെ പോയി അടിച്ചിട്ടേ. നമുക്ക് ഇതേപോലെ ഓരോ കനലിൻ്റെ കഷ്ണമൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. മോനെ ഈ ഫിഷിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനല്ലേ. ഫിഷ് പുകഞ്ഞു പോകുന്നത് മുകളിൽ നിന്നും ചൂട് വേണം, അടിയിൽ നിന്നും ചൂട് വേണം. അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ വേവുന്ന അത്ര സമയമൊന്നും വേണ്ട, മാക്സിമം ഒരു 15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ സെയിൽ ഫിഷിനെ അങ്ങോട്ട് കനലിൽ വെച്ച് അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാം. എന്നെ വല്ലതും കാണുന്നുണ്ടോടെ? ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞാലേ ഒരു ആംഗിൾ സെറ്റില് ഇവിടെ നിന്ന് ഡയലോഗ് അടിച്ചാലും കിട്ടുന്നില്ലല്ലോ, കാറ്റടിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നാ അടിപൊളി. അപ്പോൾ നമ്മുടെ ഫിഷ് കുട്ടനെ ഇതാ നമ്മളിങ്ങനെ നൈസായിട്ട് കനലൊക്കെ ഒന്ന് ഊതി ഇതാക്കുന്നുണ്ട്. ഊതിയല്ല, പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കനലൊക്കെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണം, എന്നാലും ഇത് കറക്റ്റായിട്ട് ആവുള്ളൂ. ഇന്ന് കുറച്ച് അപ്പുറ സൈഡിലോട്ട് ഇട്ടാൽ നൈസായിട്ട് അവിടെ നിന്ന് കത്തി. അതെ, സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. സൈക്കോളജിക്കൽ മൂവ്മെന്റ് കാലിലൂടെ കത്തുന്നു. ആഹാ, നല്ല രീതിയിൽ കനലൊക്കെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. സാധനം വേറെ ലെവലാവും. ആ സൈഡിൽ തീ കുറച്ച് കുറവാണ്, ഈ അറ്റത്ത് അല്ലേ?
ഇവിടെ കൂടെ ഇത് ഊതാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഉള്ളിൽ കിടന്ന് മൊരിയുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓവറായിട്ട് തീ കുറേ നേരം കത്തുന്നിടത്തുനിന്ന് കുറച്ചും കൂടി നീക്കിയിടാം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ഇതാ നല്ല കനലിൽ, അതായത് നല്ല ചൂടിൽ വെച്ചിട്ട് ഈ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അലുമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. ഒരു എന്താ പറയുക, ഇങ്ങനെ മൊരിയുന്നൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഫിഷല്ലേ, ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും, അതിന് കരിയണ്ട. അപ്പോൾ നമ്മുടെ ഉണ്ടോ ഫിഷ് അങ്ങോട്ട് ഇതിനകത്ത് കടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ല, പിന്നെ ഈ ചൂടെന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം ഫോയിൽ ഇങ്ങനെ കരിയണമെങ്കിൽ നമുക്ക് പൊളിക്കല്ലേ അവിടെ പോയിരുന്നിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ കനലിൻ്റെ അടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോയി കഴിക്കാട്ടോ. അപ്പോൾ നമ്മുടെ കനലിൽ പൊള്ളിച്ച ഫിഷ് ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ ഞാൻ ഇത് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതാ ഒരു ബലം വേണമല്ലോ, അതിനിതാ നൂൽക്കമ്പിയൊക്കെ ഇട്ട് വട്ടം കെട്ടിയായിരുന്നു. അതെല്ലാം അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യാം. കത്രിക പോലല്ലോ അല്ലേ, കമ്പിയൊക്കെ കൈ കൊള്ളാണ്ടേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പാടാം. അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ ആ ഫിഷ് പൊള്ളിച്ചതിൻ്റെ ഒരു മണം വരാൻ തുടങ്ങിയിട്ട് ആ വാഴയിലേക്ക് വാടിയതിൻ്റെ കൂടെ നമുക്കിത് നടുക്കും തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഓ വാഴയിലൊക്കെ നല്ല രീതിയിൽ വാടി എൻ്റെ പൊണ്ണും എൻ്റെ ഗ്രേവിയൊക്കെ പുറത്ത് വരാൻ തുടങ്ങി മസാല. ഓ എന്ത് രസമല്ല എൻ്റെ മണം തന്നെ. വാഴയിലേക്ക് ഒരു 2 ഇട്ടാൽ മതിയായിരുന്നു നമുക്ക്. ഈ വാഴയിൽ പൊളിക്കാനുള്ള ക്ഷമയില്ലൂടെ. ഒരു കോണിന് കട്ടിയത് കിട്ടോ. നമ്മൾ ഇത്രയും ക്ഷമയില്ലാണ്ടൊരു സാധനം അൺബോക്സ് ചെയ്യുന്നതൊക്കെ ലൈഫിലാദ്യം. എന്താണ് മുറിയാനൊരു പാട് നിനക്ക്, അതിന് എല്ലാം കൂടെ കൂട്ടിയാണ് കട്ടിയത്. അപ്പോൾ ഓപ്പൺ ചെയ്യട്ടെ വാഴയില. പിന്നെ അല്ല, പൊളിച്ചടുക്കട്ടെ. ഇതാ കണ്ടോ നമ്മുടെ ഫിഷിൻ്റെ തനി നിറം. ഫിഷിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ആവിയട്ടക്കം കയറി ഇരിക്കണമെന്ന് പറഞ്ഞ പോലെ. എൻ്റെ പൊന്നോ, അപ്പൊ നമ്മൾ കൂടെ കഴിക്കാനായിട്ട് ചേമ്പ് കൊണ്ടുണ്ട് കേട്ടോ. ചേമ്പ് പുഴുങ്ങിയത്, നമ്മുടെ സ്വന്തം സ്വന്തം ചേമ്പാന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ചേമ്പ് പിന്നെ കഴിക്കാം. ഇതിൽ നിന്നൊരു കഷ്ണം അങ്ങോട്ട് നുള്ളാം. ഈ മസാലയും കൂട്ടിയുണ്ടല്ലോ, ഞാൻ വലിയ കഷ്ണം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. എന്നാ ആ എന്താ സാധനം എന്ന് പറഞ്ഞ പോലെ. എൻ്റെ പൊന്നു മോനെ, വർണ്ണനയ്ക്ക് അതീതം കേട്ടോ. ഈ മസാലയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പം നമ്മളിങ്ങനെ ഫിഷൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ടല്ലോ. ഇതുണ്ടോ നല്ല പൂ പോലെ ആയിട്ടുണ്ട്. വായിൽ വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞ പോലെ, പൂ പോലെയും പുട്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വന്നാ അതെ. എന്നാ ഞാൻ നിനക്ക് തന്നില്ലെന്ന് വേണ്ട. അങ്ങനെ നമ്മുടെ ജുങ്ക പോയി ഹാപ്പിയായി. ജുങ്കേ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മണം അടിച്ചിട്ട് ചെക്കനെ ഓടി വന്നേക്കുന്നുണ്ടോ. സാധനം വേറെ ലെവൽ ഇട്ടാ. അടിപൊളി. അപ്പം ചേമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ അവഹേളിക്കാൻ പാടില്ലല്ലോ. ചേമ്പിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. അപ്പം ചേമ്പ് നമുക്കേ ഇതിൻ്റെ ഈ മസാലയ്ക്കകത്തോട്ട്, മസാല ഇവിടെ വാടാ, മസാലയ്ക്കകത്തോട്ട് അങ്ങോട്ട് മുക്കിയിട്ട് എന്നാ ചേമ്പ് ഒരു കഷ്ണം കഴിച്ചോട്ടാ. എന്നിട്ട് എൻ്റെ പൊന്നു മോനെ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സാധനം സൂപ്പറായിട്ട്. ഇത് കണ്ടാൽ തന്നെ ഒരു പരിധി വരെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും എങ്ങനെ ഉണ്ടെന്ന്. അത്രയ്ക്ക് അടിപൊളിയല്ലേ. അടിപൊളിയായിട്ടുണ്ട് എൻ്റെ മോനെ. ഇത് നോക്കിയിട്ടേ എന്താണ് ബാക്കിലോട്ട് നോക്കി ചെക്കൻ എന്താണ് വേണോ?
ജുങ്കയൊക്കെ ഇതിന്റെ മണം ഒട്ടിച്ചിട്ട് അവന് ക്ഷമ പോയെന്ന് തോന്നുന്നു. അവൻ വീട്ടിൽ കിടന്ന് ആ ഉറങ്ങിയവനാണ്. അവൻ ഉറങ്ങിയെന്താ ഇവിടെ എത്തിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. ഇത് ട്രൈ ചെയ്യാൻ പറ്റിയവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. എന്താണ് വേണോ? ആഹാ എന്നാ പയ്യെ കഴിച്ചാൽ മതി കേട്ടോ. പുസ്തകം പണിയെടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ എന്നാ ഒരു ഫീലാന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാം ചൂടാട്ടോ, ചേമ്പും നമ്മുടെ ഫിഷും. ഒരു പീസ് ഇതുണ്ടോ, ചോറ് വരുന്ന പോലെയാണ് വരുന്നതെന്ന് പറഞ്ഞ പോലെ. എന്തായാലും ഇത് മസാലയ്ക്ക് അതിങ്ങനെ കവർ ചെയ്തെടുക്കണം.